ബീഹാർ നമ്മുടെ മുമ്പിലുണ്ട്. വോട്ട് ചോരി എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തി. അതിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങളോടൊന്നും ഇലക്ഷൻ കമ്മീഷൻ ശരിയായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അതിന്റെ സാഹചര്യം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബീഹാറിൽ ഈ SIR നടപ്പാക്കിയപ്പോൾ എത്രയോ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകൾ ഇല്ലാതെയായി പോയിട്ടുണ്ട്. അപ്പോ ഏതൊരു ഒരു പൂച്ചക്ക് വരാനുണ്ടാക്കിയ ഒരു ഡോറാണെങ്കിൽ അതിലെ പൂച്ച മാത്രമല്ല വരിക, അതിലെ മൂർഖമ്പാമ്പും വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ഇത്തവണ BJP കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇപ്പൊ ലോകസഭയിൽ ഒരു ലോകസഭാ സീറ്റ് പിടിച്ചെടുക്കൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം അത് 10 ലക്ഷമൊക്കെ ആളുകളാണ്. അങ്ങനെ 10 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു ലോകസഭാ മണ്ഡലം അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തതിന് അവർ ഉപയോഗിച്ച തന്ത്രം ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. ആ തന്ത്രം ഒരു സംസ്ഥാനത്തിലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പ്രയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ്. മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തൊന്നാകെ, കേരളത്തിലടക്കം SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ബീഹാറിൽ അത് നടപ്പിലാക്കി. ഇപ്പോൾ രാജ്യത്തൊന്നടങ്കം, കേരളത്തിലും ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യത്യസ്തമായ 2002 വോട്ടേഴ്സ് ലിസ്റ്റിനെ മാനദണ്ഡമാക്കിയായിരിക്കും SIR നടപടിക്രമങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറേ ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കകൾ യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്? ഈ വിഷയത്തിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു അവയർനെസ് വളരെ പ്രധാനമാണ്. ഈ SIR എന്നൊക്കെ കേൾക്കുന്നതോടുകൂടി അതെന്തോ ഒരു അന്യഗ്രഹ ജീവിക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ വിഷയമാണ്, നമ്മളിന്ന് ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ജനങ്ങൾക്ക്. പിന്നെ അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്. അതൊക്കെ രാഷ്ട്രീയക്കാരെന്ത് ചെയ്തോളും, തീരുമാനം എടുത്തോളും. അവരെന്താ പറയണെന്ന് വെച്ചാൽ അത് കേട്ട് പോയാൽ മതിയാവും എന്ന നിലക്കൊരു സാധാരണക്കാരിടയിൽ ഇതിനെ ഒരു വളരെ അപ്രസക്തമാക്കി തള്ളിക്കളയുന്ന സാഹചര്യം അതുണ്ട്. പാടില്ല. ഇത് എല്ലാ ഇന്ത്യക്കാരായ ഓരോരുത്തരും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ വിഷയത്തിന് പ്രാധാന്യപൂർവ്വം എടുക്കണം എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം ഒരാളുടെ ഒന്നാമത്തെ പ്രതിസന്ധി അയാൾക്ക് വോട്ടില്ലാതെയാകുക എന്നുള്ളതാണ്. അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ല, വോട്ടറല്ലാതെ ആവുക എന്നത് ഒരു രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അയാൾ പൗരനല്ലാതായി മാറുക എന്നതാണ്. അതിനുള്ള വഴികളൊക്കെ നേരത്തെ അവിടെ ഒരു പൗരത്വ ഭേദഗതി പാസ്സാക്കിയ ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അത് തൽക്കാലം അവിടെ ചട്ടം ഉണ്ടാക്കാതെ വെച്ചിരിക്കുകയാണ്. അത് ഇനി അടുത്ത സെൻസസ് വരുമ്പോൾ ആ സാധനം പൊടി തട്ടി എടുത്തു വരും. അപ്പോൾ പല രീതിയിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഒരു ഭാഗത്ത് ആ വെല്ലുവിളി അവിടെ ഉണ്ട്, മറുഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഈ SIR നടപ്പാക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് SIR എന്ന് പറയുന്നത് അങ്ങനെ അടച്ചാക്ഷേപിച്ച് മോശമാണെന്ന് പറയേണ്ട ഒരു കാര്യമല്ല. അത് രാജ്യത്ത് നടന്നു വരുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നത് 2002 കേരളത്തിൽ. അതെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, വോട്ട് ഇല്ലാത്ത ആളുകൾക്ക് വോട്ട് ഉണ്ടാവാനും അർഹതപ്പെട്ട ആൾക്കാർക്ക് വോട്ട് കൊടുക്കാനും അനർഹരെ ഒഴിവാക്കാനും. അതിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പലപ്പോഴും വോട്ടിൻ്റെ പ്രശ്നം വരുമ്പോൾ മരിച്ച ആൾക്കാരൊക്കെ വന്നുകൊണ്ട് വോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അത്തരം മരിച്ച ആൾക്കാരെ വോട്ടൊക്കെ എന്ത് ചെയ്തോളും ഇല്ലാതെയോ. അതുപോലെ ഇരട്ട വോട്ടിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ള സ്ക്രൂട്ടിനി ചെയ്യാനൊക്കെ ഉള്ള ഒരു സുതാര്യമായ സംവിധാനമായിട്ട് തന്നെയാണ് SIR വരുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതില്ല, നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ സമയത്ത് അത് നെഗറ്റീവായി കാണുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നൊരു പ്രശ്നം അവിടെയാണ് നമ്മൾ കാര്യത്തിലെടുക്കേണ്ടത്. ബീഹാർ നമ്മുടെ മുമ്പിലുണ്ട്. വോട്ട് ചോരി എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ രാഹുൽ ഗാന്ധി ഉയർത്തി. അതിൽ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങളോടൊന്നും ഇലക്ഷൻ കമ്മീഷൻ ശരിയായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അതിന്റെ സാഹചര്യം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബീഹാറിൽ ഈ SIR നടപ്പാക്കിയപ്പോൾ എത്രയോ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകൾ ഇല്ലാതെയായി പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഒരു പൂച്ചക്ക് വരാനുണ്ടാക്കിയ ഒരു ഡോറാണെങ്കിൽ അതിലെ പൂച്ച മാത്രമല്ല വരിക, അതിലെ മൂർഖമ്പാമ്പും വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്,
നമ്മൾ നോക്കേണ്ടത്. അപ്പം SIR നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ടതില്ല. അതിൻ്റെ സാധ്യത എന്താണ്, ഭീഷണി എന്താണ് എന്ന് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുക എന്നതാണ് അതിൽ വേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷം പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർക്ക് അനുകൂലമല്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇത് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, വോട്ട് അട്ടിമറി നടത്താൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, അത് ജെനുവിനായ ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 2002 ശേഷം ഏകദേശം 54 ലക്ഷം വോട്ടർമാർ പുതുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. 2002 ലാസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞല്ലോ, 54 ലക്ഷം ആളുകൾ വന്നിട്ടുണ്ട്. അതിലിപ്പോൾ അവർ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 54 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാര്യം പറയുന്നത്. അതേപോലെ തന്നെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ത് മനസ്സിലായി, അവർ ഇവിടുത്തെ വോട്ടർമാരാന്ന് മനസ്സിലായില്ലേ? കാരണം അവർ തെരഞ്ഞെടുത്ത, അവരുടെ വോട്ട് കൊണ്ടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇന്ന് നിയമസഭയിലും ലോക്സഭയിലും എന്ത് ചെയ്യുന്നത്, മെമ്പർമാരായിട്ടുള്ളത്. അവരിൽ നിന്നാണ് മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ലീഗലാണ് അവർ. ഇവരുടെ വോട്ട് ലീഗൽ അല്ലെങ്കിൽ ഇവർ പിന്നെ നിയമസഭയിൽ ഇരിക്കുന്ന ആളുകളും ലീഗലല്ല, ആ നിയമസഭയും ലീഗലല്ല, ഭരണകൂടവും ലീഗലല്ല. അതൊക്കെ ലീഗലാകുന്നത് ഈ 54 ലക്ഷം ആൾക്കാരും കൂടി എന്താണ് ഇവിടെ വോട്ട് ചെയ്തത് കൊണ്ടാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ആളുകളാണ് ഇനി രണ്ടാമത് എന്ത് ചെയ്യേണ്ടത്, അവരുടെ വോട്ടിന്റെ ജെന്യൂനിറ്റി തെളിയിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ഈ 2002 ശേഷമുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രേഖകളൊക്കെ ആയിട്ട് ഇനി രണ്ടാമത് പോകണം, രേഖകൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അത് അവര് രണ്ടാമത് തെളിയിക്കണമെങ്കിൽ നേരത്തെ സംശയത്തിലാണല്ലോ അതിന്റെ അർത്ഥം, അല്ലെ? 2002 മുതൽ അവർ ഇത്രയും 9ഓളം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് സംശയാലുക്കളായിരുന്നു 54 ലക്ഷം എന്നാണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന് അവിടെ തകരാറ് പറ്റി എന്നതിന്റെ അർത്ഥം. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഈ പ്രശ്നം അവിടെ ബാക്കിയുണ്ട്. അപ്പൊ എന്താ ഇതിന് പരിഹാരം ഉണ്ട്. നമ്മൾ ആധാർ വന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത്, ആധാർ നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യും, വോട്ടർ ലിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യും, എല്ലാം ലിങ്ക് ചെയ്യുന്നതാണ്. അത് അവസാനം വിദേശത്തൊക്കെ ഉള്ള പോലെ ഒരു പൗരന് ഒറ്റ കാർഡ് എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യും വരും എന്നൊക്കെ പറഞ്ഞ് വലിയ സ്വപ്നം പറഞ്ഞിട്ടാണ് സാധനം വന്നത്. പക്ഷെ ഇപ്പൊ അവസാനം എന്തായെന്ന് വെച്ചാൽ, അത് പിന്നെ വോട്ടർ ആണെന്നുള്ളതിന് തെളിവായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. വിരോധാഭാസം നോക്കണം. അവസാനം സുപ്രീം കോടതി നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, 12ാമത്തെ സാധനമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയത്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഏതായാലും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി, അതുണ്ടെങ്കിൽ അതുമായിട്ട് ഇത് ലിങ്ക് ചെയ്താൽ മതി. അതോടെ വിഷയം ജെനുവിനായി. പിന്നെ ഈ ആളുകളെ എന്ത് ചെയ്യേണ്ടതില്ല ഒരിക്കലും. ഈ രേഖ പിന്നെ കുറെ ആവശ്യമില്ല, വെറുതെ എന്തിനാ ആൾക്കാരെ സമയം കളയേണ്ട കാര്യം. ഒരു ചോദ്യം അപ്ലോഡ് ചെയ്യേണ്ട വിഷയമുള്ളൂ. അപ്പൊ അതാണ് ഇനി പരിഹാരം ചെയ്യേണ്ടത്. ആ പരിഹാരം ചെയ്താൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ക്ലിയറായി. അതിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ആശങ്കയായിട്ടുള്ളത്. പക്ഷെ ഈ ആശങ്കയൊക്കെ ഇപ്പോൾ പ്രതിപക്ഷം പറയും, കാര്യങ്ങൾ പിന്നെ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം? അവിടെ നമുക്ക് എടുക്കാവുന്ന സമീപനം തർക്കിച്ച് സമയം കളയരുത്. അതായത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാം, എന്നിട്ടൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അവിടെ അവസാനം വെച്ചിട്ട് ഇത് ഇവർ നടപ്പിലാക്കുകയും ചെയ്യും. നടപ്പിലാക്കുമ്പോൾ ഈ രേഖയിട്ട് നെട്ടോട്ട് ഓടുക, ചില ഓഫീസിലൊക്കെ തിരക്ക്, പ്രശ്നം, സൈറ്റ് ബ്ലോക്ക്, അങ്ങനെ അവസാനം ആർക്കും വോട്ടില്ലാതായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ പ്രതിഷേധവും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് പരിഹാരം ഉണ്ടാകണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം, ഇതിലെ പ്രൊസീജിയറിലേക്ക് പോയിട്ട് ഇത് അവസരത്തെ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗപ്പെടുത്തി ശരിക്കും പിന്നെ നമ്മളെ വോട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഓരോ വീട്ടുകാരും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. രാഷ്ട്രീയക്കാരെന്ന് എന്ത് ചെയ്യരുത്, ആ വിഷയത്തിൽ കാത്തു നിൽക്കരുത്. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ബീഹാറിൽ വേറെ പല ആളുകളെയാണ് അവോയ്ഡ് ചെയ്തതെങ്കിൽ കേരളത്തിൽ പ്രവാസികളുടെ വോട്ടായിരിക്കും ഈ വിഷയത്തിൽ നഷ്ടപ്പെടാൻ കൂടുതൽ കാരണം. പ്രവാസികളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വലിയ ഒരു വിഭാഗം പ്രവാസി വോട്ട് നഷ്ടപ്പെടാൻ എന്തുണ്ടാവും, കാരണമാവും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രവാസികൾ ചിന്തിക്കേണ്ടത്, ഈ SIR എന്ന് പറയുന്നത് അവരുടെ പൗരത്വവുമായി വരെ ബന്ധപ്പെടാൻ ഭാവിയിൽ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് വിദേശത്തുള്ള എല്ലാവരും എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ അവരവിടുന്ന് ഓൺലൈനിലൂടെ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, അത് ചെയ്യണം. അപ്പോൾ അവരുടെ വീട്ടിൽ എന്ത് ചെയ്യും, BLO വരും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉറപ്പുവരുത്തും, ആ കാര്യങ്ങളിലേക്ക് പ്രൊസീജിയറിലേക്ക് കടക്കും. അതോടെ ഓരോ കുടുംബങ്ങളും എന്ത് ചെയ്യണം, ഈ SIRൽ സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. അതൊരിക്കലും കാത്തുനിന്ന് ഇതാവരുത്. പരമാവധി ഈ സന്ദർഭത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തി എല്ലാവരും വോട്ടർമാരായി മാറുക എന്നതാണ് നമുക്ക് അവസാനം ചെയ്യാം. പ്രതിപക്ഷമടക്കം ഒരുപാട് ആശങ്കകൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം ബീഹാറിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? അല്ലേ, ഞാൻ അതിന് മുൻപൊരു കാര്യം പറയാം. അതായത് യോഗേന്ദ്ര യാദവ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു
അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഈ നിലവിലുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കമ്മീഷണർമാരെ നോക്കിയാൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിക്കവാറും എല്ലാവരും കേന്ദ്രത്തിൻ്റെ നോമിനികളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലടക്കം നമുക്ക് നോക്കിയാൽ അത് കേരളത്തിൽ നിന്നുള്ള ഒരാളല്ല. മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യത്തോടെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരളം പോലെ ഇടതുപക്ഷം ഭരിക്കുന്നൊരു സംസ്ഥാനത്ത് പോലും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വരുന്നത് പുറത്തു നിന്നുള്ള ചില പ്രത്യേക രീതിയിലുള്ള താല്പര്യങ്ങളുള്ള ആരൊക്കെയാണെന്നുള്ളതാണ്. അതിനുശേഷം അവരെങ്ങോട്ട് പോയി എന്നുള്ളത് കഴിഞ്ഞ 2 ദിനകത്ത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായ നിയമനങ്ങളാണ് ആദ്യമായിട്ട് നടക്കുന്നത്. അത് തന്നെ ഇതിനകത്ത് ഒന്നാമത്തെ അപകടമാണ്. 2, നമുക്കറിയാം, ഇപ്പോൾ ബീഹാറിൽ നടന്നപ്പോൾ ഇൻക്ലൂഷന് വേണ്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്, പുതിയ ഈ നഗരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇൻക്ലൂഷൻ അല്ല, എക്സ്ക്ലൂഷനാണ് നടന്നത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ചേരാത്തൊരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം മറ്റു മാർഗങ്ങൾ കുറച്ചൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ EVM കാര്യത്തിൽ കുറേ എല്ലാവർക്കും ഒരു സംശയമായി. ഈ പറഞ്ഞ പോലുള്ള വോട്ടർ പട്ടിക തന്നെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നു. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൂതന മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യ ഒട്ടുക്കും ഒരേ സമയത്ത് SIR കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൽ ഒരു മാസീവായിട്ടുള്ള പ്രോസസ്സാണത്. അതിനകത്ത് ഒരിക്കലും അവർ തന്നെ സമ്മതിക്കുന്നതാണ്, ഒരിക്കലും ഇത് ഉദ്യോഗസ്ഥന്മാരെ മാത്രം വെച്ചുകൊണ്ട് കഴിയില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഏജൻസികളെ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ സുതാര്യത എത്രമാത്രമാണ്, അല്ലെങ്കിൽ എത്രമാത്രം അത് ഈ താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെ നിർവഹിക്കപ്പെടുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടേണ്ടതുണ്ട്. ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ള ആശയം കൊണ്ടുവന്നതാണ്, അത് അവിടെ തന്നെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലുള്ള പൗരത്വ നിയമം ഒരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ പുറമെയാണ് അഴിമതി വിരുദ്ധ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതിനകത്തൂടെ എന്തായാലും ചില ആളുകളെയെങ്കിലും അവർ പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ പോലുള്ള ആളുകൾ, അജിത് പവാറിനെ പോലുള്ള ആളുകൾ, അതുപോലെ നമ്മൾ ഈ ബംഗാളിലെ BJPൻ്റെ ലീഡർ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, സുമോന്ത്, ഇവരൊക്കെ എങ്ങനെയാണ് BJPയിലേക്ക് പോയത്? അഴിമതി ആരോപണം അവർക്കെതിരെ ഉന്നയിക്കപ്പെടുകയും EDയുടെ റെയ്ഡ് വരികയും സംഭവിക്കുന്നു. ഇതാണ് ഉടനെ അവർ ചാടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ളൊരു ഭീഷണിയുടെ നിഴലിലേക്ക് ഏറ്റവും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെ പോലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ ആലോചിച്ച് നോക്കുക, സംഭവിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ കരുതുന്നത് വെച്ചാൽ ഇത് ഏതെങ്കിലും നിലയ്ക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ, ഈ നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവർ എലിമിനേഷൻ ഓഫ് ലീഡർഷിപ്പ് നടത്തും. അവർക്ക് ഹിതകരമല്ലാത്ത എല്ലാ ലീഡേഴ്സിനെയും അവർ എലിമിനേറ്റ് ചെയ്യും. സ്വാഭാവികമായും തുറന്ന ഗ്രൗണ്ടിൽ, തുറന്ന ഗോൾ പോസ്റ്റിൽ ഗോളടിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റമാണ് ഒരു പരിപൂർണമായ പിടിച്ചെടുക്കലിന് മുമ്പ് സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ കോടതി യഥാർത്ഥത്തിൽ 2 തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഉള്ള ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തെയോ അല്ലെങ്കിൽ ജനസമൂഹത്തിൻ്റെ പോലും, അതായത് പൊതുസമൂഹത്തിൻ്റെ പോലും ഒരു കാതാകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്. അത്തരം ഒരു അവസ്ഥ നിലനിൽക്കെ SIR നടപ്പാക്കാനുള്ള അനുവാദം കൊടുക്കാൻ പാടില്ലായിരുന്നു. അതാദ്യം വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് ശരിക്കും പറഞ്ഞാൽ കോടതി അത് നിയമവിരുദ്ധം ഒന്നും ആണെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കെ ആദ്യം അതിലേക്ക് എടുത്തിടലല്ല വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനുടെ കീഴിൽ തന്നെയാണ് ഇത് നടക്കാൻ പോകുന്നത്. രണ്ടാമത്തൊന്ന്, ഇവിടെ സുപ്രീം കോടതി പോലും ഇതിനകത്ത് ഏതൊക്കെ രേഖയാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച പോയിട്ടുള്ളൂ. ഇതിൻ്റെ പൊതുവായ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നില്ല എന്നുള്ളതാണ്. അതും ഇന്ത്യയെ സംബന്ധിച്ചോളം BJPയുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പലതും നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അപകടകരമായിട്ടുള്ളൊന്ന് ഉണ്ട്. ഇനി എനിക്ക് തോന്നിച്ചാൽ ഈ കേരളത്തിൽ ഇതിൻ്റെ ഒരു ഞാൻ പറയുന്നത് വെച്ചാൽ കേരളത്തിലിത് അതിനിർണായകമാണ്. കാരണം
സെലക്റ്റഡ് ആയിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിലായിരിക്കും ഇത്തവണ BJP കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇപ്പം ലോകസഭയിൽ ഒരു ലോകസഭാ സീറ്റ് പിടിച്ചെടുക്കൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം അത് 10 ലക്ഷമൊക്കെ ആളുകളാണ്. അങ്ങനെ 10 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു ലോകസഭാ മണ്ഡലം അവർ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തതിന് അവർ ഉപയോഗിച്ച തന്ത്രം ഇപ്പം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. ആ തന്ത്രം ഒരു സംസ്ഥാനത്തിലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പ്രയോഗിക്കാൻ കൂടുതൽ എളുപ്പമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ അനാലിസിസ് നമുക്കറിയാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ൽ 6 മണ്ഡലങ്ങളിൽ BJPക്കായിരുന്നു ലീഡുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് മുൻപ് തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ അപാകതകൾ കണ്ട സമയത്ത് ഇതിൽ പരാതിപ്പെട്ടുകൊണ്ട് കലക്ടർക്കാണ് പരാതി കൊടുത്തത്. കാരണം കലക്ടറാണിത് ജില്ലാ ഭരണാധികാരി അല്ലെങ്കിൽ വരണാധികാരി, അദ്ദേഹത്തിന് കൊടുക്കുന്നു. അത് പരിശോധിച്ച് പരിഹാരം കണ്ടെത്തും എന്ന് പറഞ്ഞ കലക്ടർ പരിഹാരം ഉണ്ടാക്കിയില്ല. പിന്നീട് രണ്ടാമത് വീണ്ടും ഈ ലിസ്റ്റ് വരികയും വോട്ടിൻ്റെ അന്ന് പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ തൃശ്ശൂർ ജില്ലാ കളക്ടർ പറഞ്ഞ മറുപടി നമ്മൾ പറഞ്ഞതല്ല, മറ്റേ മന്ത്രിയായിരുന്ന സുനിൽകുമാർ പറഞ്ഞ മറുപടി എന്താണ്? അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് അവർക്ക് ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ്. അപ്പോൾ അതോടെ ഇത് അടഞ്ഞ അധ്യായമായി. അപ്പോൾ ഒരു കലക്ടർക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ കളിക്കാം എന്നുള്ളതാണിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു 10 മണ്ഡലങ്ങളിൽ നോക്കിക്കോളൂ ഈ കളി നടക്കും. ഒരു 10 മണ്ഡലങ്ങൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു 60-80, 65-85 ഇതിലൊക്കെയാണ് സാധാരണ ഇത് നിൽക്കാറുള്ളത്. ഇപ്പോൾ മാത്രമാണ് എന്ത് ചെയ്ത് ഒരു 100-ലേക്കൊക്കെ എന്ത് ചെയ്ത് ഇത് എത്തിയത്. പിന്നെ അങ്ങനത്തെ ഒരു സ്വീപ്പിംഗ് സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 10 നിയോജക മണ്ഡലങ്ങൾ അവർക്ക് പിടിച്ചെടുക്കാൻ ഈ പറഞ്ഞ ആ മണ്ഡലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വോട്ടേഴ്സിന് കൊടുത്തിട്ട് പ്രതിഷ്ഠിച്ചാൽ മതി. അതിന് ഈ പറയുന്ന ആരാണോ നിയമപരമായി തടയേണ്ടത് അവരനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. 10 സീറ്റുകൾ BJP പിടിച്ചാൽ അവരായിരിക്കും കിങ് മേക്കേഴ്സ്. കേരളത്തിൽ അധികാരം ആർക്ക് പോകണം അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്ന BJP ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അതീവ അപകടകരമായൊരു സാധ്യത കേരളത്തിൽ പോലും നിലനിൽക്കുന്നുണ്ട്. അതിവിടുത്തെ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധവും ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുത്ത് ഇപ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇത് മറ്റുള്ളവരെ ആരെങ്കിലുമൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെടുകയും ചെയ്യണം തന്നെയാണ് സ്പോട്ട്ലൈറ്റ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വെച്ചത്.